നമ്മളെ തന്നെ അമ്പരിപ്പിച്ച സംഭവമാണ്. എന്താന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇന്ന് നേരം നീച്ചേക്ക് ആണോ ഇത് വന്നിട്ടാ ആകെ ടെൻഷനായി പോയി. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അറഫാ ദിനമാണ്. പ്രത്യേക ഒരു ദിവസമാണ് നമുക്ക് എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് എല്ലാവർക്കും നോമ്പാണല്ലോ. നോമ്പ് തുറക്കാനുള്ള ചില വിഭവങ്ങളൊക്കെ മാളിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എന്താ സ്പെഷ്യലി ഇന്ന് ഉണ്ടാക്കണം എന്താ വെച്ചാല് സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് പെട്ടിയിറച്ചിയും പൂളയും. പൂള മനസ്സിലായാലും കപ്പയാണ് കേട്ടോ. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുമ്പോ പൂള. അതെ, പക്ഷെ കാണുന്നവര് പല നാട്ടുകാരും കാണൂലേ, അറിയോ? ഓക്കെ, അപ്പൊ എന്നാ ആയിക്കോട്ടെ. ഇവള് പറഞ്ഞ മാതിരി എല്ലാവർക്കും അറിയെങ്കിൽ പൂള. ആ, അപ്പൊ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പെട്ടിയിറച്ചിയൊക്കെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് അതിന് നെയ്യും പാടിയും അത് കഴുകി വൃത്തിയാക്കാനൊക്കെ ഒരുപാട് പണിയായിട്ട് പല ആളുകളെ കൊണ്ടുവരില്ല. പക്ഷെ ഇതിന് നല്ല ഈസി ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് പെട്ടിയിറച്ചി ഉണ്ടാക്കാനുള്ള, അല്ലേ? അത് ക്ലീൻ ചെയ്യാനും മുറിക്കാനൊക്കെ ഒരു ഈസി ആയില്ല. എന്താന്ന് പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് സംഭവം? അതെന്താ നെയ്യും ഇതൊക്കെ കളയാം. അതെ, എന്നിട്ട് നല്ല വാഷ് ചെയ്തിട്ട് കഴുകിയതിന് ശേഷം വേവിക്കുക, എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വൈദ്യുതി പോകുന്നില്ല, കത്രികയായിട്ട് കഷ്ണം ചെയ്യാം, എളുപ്പമാണ്. അപ്പൊ ഞാന് അതെ, അപ്പൊ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹം പേരും പറയരുത്, ഇന്നെ തന്നെ പറയരുത്, പരസ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളെ സന്തോഷം കൊണ്ട് ഞങ്ങൾ പറയണേ, അദ്ദേഹം വീഡിയോയില് ഒരു സർപ്രൈസ് ഉണ്ട്. അതെ, അപ്പൊ നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എന്താന്ന് അറിയുള്ളൂ. അദ്ദേഹം ഞങ്ങൾക്കൊരു പ്രസന്റ് തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അതും അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് ഞങ്ങൾ സുബഹിക്ക് നിസ്കരിച്ച് കിടന്നപ്പോൾ അദ്ദേഹം എന്നാലും ഞങ്ങളോട് ഉണർന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് എന്തായാലും നിങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്താണ് ആ സർപ്രൈസ്, എന്താണ് അദ്ദേഹം തന്ന സമ്മാനം എന്ന്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. എങ്കിലും കൂടി അദ്ദേഹം തരുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. നമുക്ക് ഇന്ന് ഒരാളും അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് വലിയൊരു മനസ്സ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പക്ഷെ അദ്ദേഹത്തിന് ഏതായാലും അദ്ദേഹം തന്ന് അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ എന്താ പറയുക, ലോകത്തും പരലോകത്തും നല്ലത് കൊടുക്കട്ടെ, നല്ലൊരു സ്വാലിയായ അമലായി കൊടുക്കട്ടെ, അല്ലേ? സന്തോഷം നൽകട്ടെ, അദ്ദേഹം വർക്കത്ത് കൊടുക്കട്ടെ. സ്വാഗതം. ആദ്യം കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. പൂളതവിടെ ഉണ്ട്. ചില സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ല കേട്ടോ. പൂള അങ്ങനെ കപ്പയാണ് കേട്ടാ, ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ കപ്പയാണ് ഇത്. ഇഞ്ചി, വെളുത്തുള്ളി, മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. അതെ, പെട്ടിയിറച്ചിക്ക് അളവൊക്കെ അവനവന്റെ ഇതിനനുസരിച്ചിട്ടാണ്. ചില ഭാഗത്ത് പോട്ടി എന്ന് പറയും, അതാണ് പെട്ടി. പിന്നെ ഞാനേ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം ഞാൻ വല്യുള്ളിയാണ് എടുക്കുന്നത്. വായി എന്ന് പറഞ്ഞാല് പെറുക്കാനുള്ളൂ, സാധനം കുറവാണല്ലേ, തോന വേണം. ഐ എം വെരി സോറി. അപ്പൊ ഇന്ന് കൊണ്ടുവരാം രാത്രി ട്ടാ. ഇപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ. ശരിക്കും ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്, അതിന് പകരം സാധനം തൂമിക്കാനേ വേണല്ലേ. അപ്പൊ ഏതായാലും ഇതിനുള്ള മസാല ഇതൊക്കെ ചെയ്ത് നേരെ കുക്കർ മെസ്സിന്ന് പറഞ്ഞാൽ നേരെ കപ്പ റെഡിയാ ഒറ്റ തട്ടില്ലേ, അല്ലേ? അപ്പൊ റെഡിയാവൂല അങ്ങനെ ശീലമായതുകൊണ്ട്. അതെ, അപ്പോ അരിഞ്ഞോട്. പിന്നെയുള്ളത് മാങ്ങ ജ്യൂസാണ്, അല്ലേ? ബത്തക്ക ഇവിടെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയുള്ള ഫ്രൂട്ട്, ഒരു മാങ്ങ ജ്യൂസ്, ഒരു ബത്തക്ക ഫ്രൂട്ട്. അപ്പൊ സമയക്കുറവ് കാരണം മാള് വൃത്തിയായിട്ട് നോക്കുകയാണ് പൂളക്കട്ട. വീഡിയോക്ക് വരാൻ നേരെ ഇല്ല, ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ സംസാരിക്കും, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. അതെ, കാരണം ഞങ്ങൾ പുറത്ത് പോയി ഒരു സാധനം വാങ്ങാന്. അതെ, ആ സാധനം ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് എന്താന്നല്ല കേട്ടാ. ആ സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കേണ്ട സംഭവം ആദ്യമായിട്ടായതുകൊണ്ടേ. അതെ, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കും, എത്ര ഇല്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കൂല അങ്ങനത്തെ ഒരു സംഭവം. ആരും തരാനുള്ള വിധി തരാതിരിക്കട്ടെ. ഏതായാലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അതെ, ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാല് പേര് പറയാൻ പാടില്ല, ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ വ്യക്തി പറഞ്ഞ പേര് പറയരുത്, ഒന്നും നിങ്ങൾ വീഡിയോയിലെ പറയണ്ടെന്ന് പറഞ്ഞാണ് എങ്കിലും. അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആ ഗിഫ്റ്റ് കാണിച്ചതിന്റെ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടാ. ഇങ്ങനെ ചിറ്റിച്ച് പോയാൽ ചിലപ്പോ അതിന്റെ ഇടയിൽ ആ സംഭവം ഉണ്ടാവും, കാണാൻ പറ്റൂല. നമ്മളെന്തായാലും അത്ഭുതപ്പെടുന്ന ഗിഫ്റ്റാണ് വന്നിട്ടുള്ളത്. വാ അപ്പൊ എന്താണ് പറഞ്ഞേക്ക്, ഇന്ന് പെട്ടിറച്ചിയും പൂളിയാണ്. അപ്പൊ പെട്ടിറച്ചി ഞാന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് മുറിച്ചിട്ടില്ല. ആ മുറിക്കാതെ ഞാന്
ഫുള്ള് ഒന്നിട്ട് തിളപ്പിക്കാൻ വെച്ചാണ്. എന്നിട്ട് ഞാൻ മുറിക്കുള്ളൂ, എന്നാലേ പെട്ടെന്ന് മുറിക്കാൻ പറ്റുള്ളൂ. കട്ടിംഗ് ബോർഡും വെച്ചാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വൈകി പോകും. അപ്പൊ എന്ത് ചെയ്യാം, നല്ല ക്ലീൻ ചെയ്ത് നെയ്യൊക്കെ ഒഴിവാക്കി ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം അത് അടുപ്പത്ത് വെച്ച് വേവിക്കുക വലിയത് തന്നെ. എന്നിട്ട് അതിന് ശേഷം കട്ട് ചെയ്യാം. എന്റെ കുമ്മോള് പറഞ്ഞ ഐഡിയ ആണ്. ഞാൻ ദിവസം ഇവിടെ നിന്നാണ് ഇങ്ങനെ പറയുന്നത്, എങ്ങനെ ഇപ്പൊ മുറിച്ചെന്നാവുന്നപ്പോഴേ സംഭവം നല്ല ഐഡിയ കേട്ടാ. കാരണം ഇത് നമ്മള് അങ്ങനെ പച്ചക്ക് മുറിക്കുമ്പോ വൈകി പോയി കാണും, കോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകും. അപ്പൊ ഇതിന്റെ ഫാറ്റ് കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയായി നല്ല കഴുകിന്റെ ശേഷം തിളപ്പിച്ച് കട്ട് ചെയ്യുമ്പോ വെരി വെരി ഈസി തന്നെയാണ് അല്ലേ? ഓക്കെ, നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പൊ അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്തോണ്ടിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും ഇതൊക്കെ നുറുക്കി റെഡിയാക്കട്ടെ, ഇപ്പൊ വരട്ടാ. അപ്പോ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താന്നുള്ളത് നമ്മളെ തന്നെ അമ്പരിപ്പിച്ച സംഭവമാണ്. എന്താന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇന്ന് നേരം നീച്ചയ്ക്ക് ആണോ ഇത് വന്നിട്ടാ ആകെ ടെൻഷനായി പോയി. വ്യത്യാസങ്ങളെ തളച്ചു മറിയാൻ ആയിട്ടില്ല. 9 ലിറ്റർ പോകണം എന്ന് ആയിട്ടില്ല, 2-3 ആയിട്ടുള്ളൂ. 9-10 കുഴപ്പമില്ല. അപ്പോഴും നല്ല വേവുള്ളൂ അല്ലേ? അല്ലാതെ തിന്നാൻ പല്ലില്ലാത്തവർക്ക് തിന്നാൻ പറ്റൂല. അപ്പൊ എനിക്കൊന്നും പറ്റൂല, അനപ്പുള്ളവർക്കേ പറ്റുള്ളൂ അല്ലേ? എനിക്കും പറ്റും, എന്റെ പല്ലിന്റെ അടി കൊടുക്കും. പിന്നെ ഇതാ പൂള വെന്തിട്ടാണ്. അതെ, മസാല തട്ടാളാണ്. നല്ല പാൽ ചായ, അതാ അടിപൊളി പാൽ ചായ ഇവിടെ റെഡിയാവുണ്ട്. ബാക്കി ഇപ്പൊ പറഞ്ഞുതരാം. അപ്പോ വെട്ടിറച്ചി ഒന്നും കൂടി ആവാണ്ട്. അപ്പൊ തൽക്കാലം മാങ്ങാ ജ്യൂസും ബത്തക്ക ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോനൊക്കെ ഇവിടെ റെഡിയിൽ എപ്പോഴാ ആവാച്ച് കാത്തിക്കണതാ അല്ലേ മോനോ? പൊന്നു നോമ്പറക്കല്ല, ഇതാ വേറൊരാൾ ഇവിടെ കാത്തു നിക്കണ്. കാരണം നമ്മൾ കൊറേ ദിവസമായിട്ട് ഇപ്പൊ ഇതാവില്ലേ കുട്ടിമോനെ മുത്തു വലിയ ക്ഷീണമില്ലല്ലോ. അത്തായില്ല, അതാണ് ഈത്തപ്പയം കൊണ്ട് നോമ്പറന്നില്ല ഒന്നും പറയരുതിട്ടാ. ഞാൻ വത്തക്ക ആയിട്ടാണ് നോമ്പറക്കണത്. മതി. കുട്ടിമാർ റെഡിയല്ല നോമ്പറന്നാളാ? ആ ക്ഷീണിച്ചിരിക്കുന്നു കുട്ടിമാരൊക്കെ നോമ്പ് വെച്ചിട്ട്. എനിക്ക് മാത്രം നോമ്പുള്ളൂ. അവിടുന്ന് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി നോമ്പറക്കാണ്. മോനുതാ പൊന്നുതാ, പൊന്നു നല്ല ക്ഷീണുണ്ട് നോമ്പ് വെച്ചിട്ട്. മുത്തുതാ പണി കഴിഞ്ഞ് വന്നാണ്. ഞാൻ അടുക്കളയിലല്ല, അങ്ങനെ ക്ഷീണം വരുമോ? അടുക്കളയിൽ തന്നെയല്ലേ? അതെ, അതല്ല അടുക്കളയിലുള്ളവർക്ക് ക്ഷീണം വരൂല. ഞാനോ മനസ്സിലായി പറഞ്ഞില്ലേ? നോമ്പാണ് പോലും ഓർമ്മ ഉണ്ടാന്ന്. അപ്പൊ ഞാൻ തിന്നുണ്ട്, ഓർമ്മയല്ലോ. അതുകൊണ്ടാണ് ക്ഷീണയാത്തത്. പറഞ്ഞു കേട്ടാ, നോമ്പാണ് ഓർമ്മ. അപ്പൊ എന്താ തിന്നുണ്ടാകാൻ ക്ഷീണിക്കാത്ത? നോമ്പല്ലാത്ത ദിവസങ്ങളിലേ നമുക്ക് 10 എന്തെങ്കിലും ഒക്കെ തിന്നാൻ തുടങ്ങും. ഉച്ചക്കായ നമുക്ക് വിശക്കുണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ചോദിക്ക് നിൽക്കാൻ പറ്റാറ് ചോറൊന്നും. വൈകുന്നേരം ചായന്റെ നേരത്തിന് വിശക്കുണ്ട്, നമ്മളെന്തെങ്കിലും ചായക്കടി കൊണ്ടുവരാന്നറിയാം. അങ്ങനത്തെ സംഭവം ഒന്നും വന്നിട്ടില്ല. മനസ്സിലായി? അപ്പൊ എനിക്ക് തോന്നുക അധികം ദിവസം നോമ്പെടുക്കണത് നല്ലത്. നോമ്പെടുത്തവര് വെച്ചിട്ടാക്കാൻ പാടില്ല. അപ്പൊ ഏതായാലും നീ ഇറച്ചും പുളി ആവട്ടെ അല്ലേ? അപ്പൊ ഞങ്ങൾ നിസ്കരിച്ചാണ്ടൊക്കെ വരാം. കുട്ടിമോനും മുത്തും കൂടി വണ്ടിയൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ടാണ്. പെരുന്നാൾക്ക് റെഡിയാനുള്ള സെറ്റപ്പ് ആക്കിയാണ് അല്ലേ? അവര് പറഞ്ഞ നമ്മള് മാത്രം ഒരുങ്ങിയാ പോരാ, വണ്ടി ഒരുങ്ങണം. വണ്ടിക്ക് എന്താ പെരുന്നാളില്ല എന്നാണ്. അപ്പൊ ഞങ്ങള് ജ്യൂസ് ഫ്രൂട്ടൊക്കെ കഴിച്ചത് അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് വരാം. ചായ തവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ല നിങ്ങള്? നിസ്കരിച്ചുകൊണ്ട് വരിക, കഴിക്കാം. അപ്പൊ ഏതായാലും ഇതാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പൊടി വേണ്ട, അതെന്താ? തിന്ന് നോക്ക് മോളെ, ഒക്കെ തറയിട്ട് തിന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അതെ,
അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആരും മറക്കണ്ട, ചെമ്പട്ടി തന്നെ കൊണ്ടുവച്ചാണ്. കാരണം ചൂട് കൊടുക്കാനുണ്ടായിക്കോട്ടെ നേരിട്ടിട്ട് കൊണ്ടുവന്നാണ് അല്ലേ. എന്നാ ഇരിക്ക ഇവിടെ ഇരിക്കേ. എന്താ ചെന്തേ എടാ അമ്മ പൊറാട്ട ചെയ്തില്ലേ. പൊറാട്ട നമ്മൾ എപ്പോഴും തിന്നണല്ലേ. അതെ, ഇതാകുമ്പോ ഇതാവുമ്പോ കിട്ടാത്ത സാധനമാണ്, എപ്പോഴും കിട്ടൂല പെട്ടിറച്ചി ഒന്നും പോയാല് അല്ലേ. ബീഫ് ഫ്രൈ ഫുള്ളായിട്ട് കൊട്ടും. പിന്നെ അതുകൊണ്ടാ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റാണ്. മൈലാഞ്ചി കൊണ്ടുവരില്ല. പിന്നെ എന്ത് പെരുന്നാളാ മൈലാഞ്ചി കൊണ്ടുവരാതെ? അപ്പൊ നമ്മള് കഴിക്കല്ല എന്നാല്. തിന്നോളി തിന്നോളി. ടേസ്റ്റ് പറയാൻ പറ്റൂല ഇതിന്. പൊളിയാണ്, ഒന്നും പറയാനില്ല അല്ലേ അടിമാന. സത്യം പറഞ്ഞോ സംശയം അടിപൊളി. ഫുള്ളിട്ടില്ല. ഫുള്ളിട്ടില്ല. ഫുള്ളിട്ടേ എത്രയില്ലാനാ? ഉണ്ട് ഉണ്ടില്ല. ഉണ്ട് ഉണ്ടാ ഉണ്ടാവൂല കവർമ പാൻറ്റിന്റെ. അപ്പൊ ഏതാണ് അടിപൊളിയാണ്. അപ്പൊ നമ്മള് അറഫം നോമ്പൊക്കെ ആയിട്ട് നോമ്പൊക്കെ ഉണ്ടാക്കിയ വിഭവം ഇതാണ്, ഇറച്ചിയും പുളിയും. നല്ല അടിപൊളി ചായ. ഞാൻ ചായ അവിടെ വേറെ എടുക്കാൻ പറഞ്ഞു. കൂടാല്ലേ ഞങ്ങളുണ്ടാണ് മധുരം ചെയ്യാത്ത ചായ കുടിച്ചാ ലേറ്റ് മധുരം. പത്തമ്മ അപ്പൊ നിങ്ങൾ അറഫാം നോമ്പിന്റെയും പെരുന്നാളിന്റെയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യോണ്ട് അല്ലേ. ഞാൻ ആ വീഡിയോ ഫയൽ പറഞ്ഞാൽ 81. അത്രയുണ്ടോ? നിങ്ങൾ എത്ര ചെല്ലോ? ഞാൻ 95 കൊല്ലുള്ളൂ. ഞാൻ 88. അല്ല 81 75. ഞാൻ 81. ഞാൻ 7 കൂടും. ഇപ്പൊ 95. ഭക്ഷണം വെച്ചങ്ങള് തിന്നുമ്പോ ആലോചിച്ചോളേ. ഇനിയിപ്പോ ഇത് എത്ര തിന്നാന്നൊരു കണക്കില്ല. ജിമ്മില്ല. ജിമ്മിനെ ആൾക്കാർ വെച്ച് ജിം എടുക്കണ്ട ഇതൊക്കെ ഇതിന് പണിയണ്ടില്ല. ഇപ്പോഴോ എന്താ പറയാളേ? ആർക്കൊക്കെ ഇന്ന് ഇവിടെ നോമ്പുണ്ട് പറഞ്ഞു കൊടുക്ക്. ഇന്ന് ഇവിടെ ആർക്കൊക്കെ നോമ്പുണ്ട് എനിക്ക് പറയാൻ പറ്റുമോ? മോനുണ്ടാ? മോനെ മുറിച്ച് മോളെ മോനെ കൈന്റെ ഇടയിൽ മുറിച്ച് പഴിച്ചുണ്ടോന്ന് പറഞ്ഞാണ് മുറിച്ച്. എന്റെ വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട്? എനിക്കുണ്ടാ? ഭാവന കണ്ടിട്ടൊക്കെ നോമ്പുള്ളേക്ക് തോന്നുന്നുണ്ടോ? തോന്നണ ഉള്ളത് പറയേ. ഇല്ലല്ലോ ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ തിന്നട്ടോ. ഇതൊക്കെ പെട്ടിറച്ചി പൂള ബീഫ് ഒന്നും മോൾട്ടിക്ക് പറ്റൂല, പിന്നെ പറ്റാതാകാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇതേപോലെ പൊന്നൂൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുത്തിരുന്നല്ലോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാം നിങ്ങളെ ചെറിയ കുഞ്ഞല്ലേ അവനക്ക് ആ ഡ്രസ്സ് പോരാ. ഞാൻ അവൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. കണ്ടപ്പോഴേ അതെ അതെ എന്തോ വിഷമം പോലെ തോന്നി. ഞാൻ അവൻ്റെ ഭയങ്കര ഫാനാണ്. എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോൾ അവൻ്റെ ഒരു ഷോർട്സ് കണ്ടാൽ മതി, എനിക്ക് ഭയങ്കര സന്തോഷം വരും എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ അങ്ങനത്തെ മനസ്സിലുള്ള ആളുകൾ ഇന്നത്തെ കാലത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഏതായാലും അപ്പോൾ അദ്ദേഹം രാത്രി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു കുറച്ചും കൂടി ഒന്ന് കിടന്നിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ജസ്റ്റ് വാട്സപ്പിൽ നോക്കുന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ സംഭവം എന്താണ്, അദ്ദേഹം ഇത് എടുക്കാനുള്ള ഗൂഗിൾ പേ ചെയ്താണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വക അദ്ദേഹം പറഞ്ഞ് വാങ്ങി. അദ്ദേഹം പറഞ്ഞ് എൻ്റെ പേര് കാര്യമൊന്നും പബ്ലിഷ് ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല, മോശം പരിപാടിയാണ്, അതുകൊണ്ട് പേര് പറയണില്ല. ഏതായാലും പൊന്നൂന് നല്ലൊരു അടിപൊളി പാൻറ് വാങ്ങി കണ്ടില്ലേ. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വക, അദ്ദേഹം തന്ന സമ്മാനം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമ്മാനമാണിത്. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യോണ്ട്. ഓനക്ക് ഇഷ്ടപ്പെട്ട എടുത്താണ്. ഓനക്ക് നല്ല ഇഷ്ടേക്കണ ഷർട്ട് കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നാളെ രാവിലെ നാളല്ല പെരുന്നാളിന്റെ വീഡിയോ വരും. അല്ലേ ഏതായാലും പൊന്നു അടിപൊളിയാക്കി. പൊന്നു പെരുന്നാൾ പ്രതീക്ഷിക്കാതെ കിട്ടി. പൊന്നു കളറായി പെരുന്നാള്. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് പറഞ്ഞാല് പൊന്നൂന് പാന്റ് മറ്റേതായി ചെറുനാളത്തെ അതെ അങ്ങനെ കുട്ടികളല്ലേ എപ്പോഴും ബാഗ് ഇട്ടിട്ട് കേടന്നീന്ന്.
അപ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ കമന്റിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകളെ പെരുന്നാൾ ഈ മഴയും സ്കൂൾ തുറക്കലൊക്കെ ആയിട്ട് എല്ലാവരും പ്രതിസന്ധിയിലാണ്. അപ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. ഡ്രസ്സ് ഒന്നും സ്ഥിരച്ചിട്ട് പള്ളിക്കൊക്കെ ഉള്ളിലേക്ക് നല്ല ഇടണം എന്നുള്ളൂ. അപ്പൊ ഇതാണ് പൊന്നൂന്റെ പെരുന്നാൾ ഡ്രസ്സ് ശരിക്കും കേട്ടോ. ഇനിയിപ്പോ മാളൂന് മൈലാഞ്ചി ഇടാനുള്ള പരിപാടിയൊക്കെയാണ് ആള്. അത് സമയം ഒരുപാട് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വല്ല സൈഡാനുള്ള പരിപാടി രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് പെരുന്നാൾ കുത്തുപ്പൊക്കെ പോകണ്ടേ. അവക്കും കുറെ അടുക്കളയിൽ പണി ഉണ്ട്. പെരുന്നാളിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ ഇടണായിക്കാരം. അതെ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുത്തൻ വീഡിയോ വേണ്ടി വീണ്ടും വരാം. അതിന് നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു അവതരട്ടെ. എല്ലാവർക്കും നല്ല പെരുന്നാൾ ആശംസകൾ സമർപ്പിക്കുന്നു. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും നമ്മുടെ ഉപ്പയും മക്കളും എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെയും പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും. ബൈ ബൈ. ആശംസകൾ. ബക്രീദ് ആശംസകൾ.